إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസം സമാഗതമായി. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധ റമദാൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതുതന്നെയാണ് ആ മാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അത്രമാത്രം പവിത്രതയുള്ള, ശ്രേഷ്ഠതയുള്ള, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു മാസത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആത്മീയമായി, മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കുവാനും ജീവിതത്തിലെ തെറ്റുകളെയെല്ലാം സംസ്കരിച്ച് ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി ആ മാസത്തെ വരവേൽക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്അലുൽ ഖൈറ ദഹ്റകും. അല്ലാഹുവിന്റെ റസൂൽ സത്യവിശ്വാസികളോട് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട ഉപദേശമാണ്, നിങ്ങളുടെ ആയുസ് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇഫ്അലുൽ ഖൈറ ദഹ്റകും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആയുസിനെ ഖൈറുകൾ ചെയ്യാൻ വേണ്ടി, നന്മകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം. വതഅറദൂ ലിനഫഹാതി റബ്ബികും. നിങ്ങളുടെ റബ്ബിന്റെ കാരുണ്യങ്ങൾ പെയ്തിറങ്ങുന്നതായ ചില പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും അത് കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലില്ലാഹി നഫഹാതിൻ മിർ റഹ്മതിഹി യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ചില പ്രത്യേക സമയങ്ങളിലും കാലങ്ങളിലും അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കും. അവനിൽ നിന്ന് അവന്റെ അനുഗ്രഹങ്ങൾ, റഹ്മത്ത്, അത് തന്റെ ദാസന്മാർക്ക് അല്ലാഹു തആല നൽകും.
അങ്ങനെ പ്രത്യേകമായി ഫضലുണ്ടെന്നും ശ്രേഷ്ഠമാണ് എന്നും പഠിപ്പിക്കപ്പെട്ട സമയത്ത് ആ സമയത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ആ കാരുണ്യത്തെ സ്വാംശീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും, വസലുല്ലാഹ് അൻ യസ്തുറ ഔറാതികും വഅൻ യുഅമ്മിന റൗആതികും. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസനായി രേഖപ്പെടുത്തിയ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക, അൻ യസ്തുറ ഔറാതികും, നിങ്ങളുടെ വീഴ്ചകളെയും ന്യൂനതകളെയും അള്ളാഹുവെ നീ മറയിട്ട് തരികയും എനിക്ക് നീ പുറത്തു തരികയും അതിന് നീ മറക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല നിങ്ങളുടെ ഭയം, ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അലട്ടുന്ന പ്രയാസങ്ങളെയും ഭയങ്ങളെയും ഒക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹുവെ നീ എനിക്ക് സമാധാനവും നിർഭയത്വവും നൽകണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും ശഹ്റു റമദാൻ ശഹ്റുൻ മുബാറകുൻ. ഇതാ നിങ്ങൾക്ക് പരിശുദ്ധ റമദാൻ മാസം വന്നെത്തിയിരിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു മാസമാണത്, മുബാറക്കായ അനുഗ്രഹീതമായ മാസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറദല്ലാഹു അലൈക്കും സിയാമഹ്. ആ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതായ കാര്യമാണ്. പരിശുദ്ധ ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ 5 റുക്നുകളിൽ ഒന്ന് എന്ന് പറയുന്നത് സിയാമു ശഹരി റമദാൻ, പരിശുദ്ധ റമദാൻ മാസം നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ആ നോമ്പ് നോൽക്കാൻ അല്ലാഹു തആല നിർബന്ധമാക്കിയമായ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതായ മാസമാണ്. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടുകയും അതിലെ ഒരു കവാടങ്ങളും അടക്കപ്പെടുകയും ചെയ്യുകയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന മാസം. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ. നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്നതായ മാസം. അതിൽ ഒരു കവാടവും തന്നെ ആ മാസത്തിൽ തുറക്കപ്പെടുകയില്ല. വതുസഫദു ഫീഹി ശയാതീൻ വമറദത്തുൽ ജിൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുന്നതായ മാസം. അത്രമാത്രം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്ക് അടുക്കുവാനും തിന്മകളിൽ നിന്ന് വിരമിച്ചുകൊണ്ട് അകന്നു നിൽക്കുവാനും സാധിക്കുന്നതായ ഒരു മാസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുനാദി മുനാദിൻ യഖൂലു യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. നന്മയുദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് മുന്നോട്ട് നീ അടുത്തുക, തിന്മയുദ്ദേശിക്കുന്ന മനുഷ്യ നീ അകന്നകന്നു പോവാ, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് ഒരാൾ വിളിച്ചു പറയുകയും ചെയ്യുന്നതായ മാസമാണ് പരിശുദ്ധ റമദാൻ മാസമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? തയ്യാറെടുത്തിട്ടുണ്ടോ? മാനസികമായി ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കുവാനും തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുവാനും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുവാനും നോമ്പ് തനിക്കു വേണ്ടി അനുകൂലമായി അള്ളാഹുവിന്റെ പക്കൽ ശുപാർശ ചെയ്യുന്ന ആ ഒരു പ്രത്യേകമായ മാസത്തിലെ ഖൈർ ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹർ ഫമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം. ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹുവിന് ഒരു പ്രത്യേകമായ രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്. ആ രാത്രിയുടെ ഖൈറെങ്ങാനും ഒരു മനുഷ്യന്
നഷ്ടപ്പെടാൻ ഇടവന്നാൽ ഫഖദ് ഹുരിം, അവനാണ് എല്ലാം നഷ്ടപ്പെട്ടവനെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പരിശുദ്ധ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിസാഹിബിഹിമാ, പരിശുദ്ധ ഖുർആനും നോമ്പും അതിന്റെ വക്താക്കൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ വക്കൽ ശുപാർശ ചെയ്യും. യഖൂലു الصيام أي رب منعته الطعام والشهوات بالنهار فشفعني فيه, അള്ളാഹുവേ പകൽ സമയത്ത് അവന്റെ ഭക്ഷണം ഉപേക്ഷിക്കുവാനും അതുപോലെ തന്നെ അവന്റെ ഇച്ഛകളെയൊക്കെ ഉപേക്ഷിച്ച് നോമ്പുകാരനായിരിക്കുവാൻ ഞാൻ അവന് കാരണക്കാരനായി. ഞാൻ കാരണത്താൽ അവന്റെ ഭക്ഷണം അവൻ ഉപേക്ഷിച്ചു, പാനീയങ്ങൾ ഉപേക്ഷിച്ചു, അവന്റെ മറ്റ് ഇച്ഛകളെ ഉപേക്ഷിച്ച് അവൻ നോമ്പെടുത്തു. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ശുപാർശ പറയാൻ എനിക്ക് അനുവാദം നൽകണേ എന്ന് നോമ്പ് പറയും. വയഖൂലുൽ ഖുർആനു യാ റബ്ബി മനഅതുഹു النوم بالليل فشفعني فيه, വിശുദ്ധ ഖുർആൻ പറയും, രാത്രി ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിച്ച വ്യക്തിയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം ചെയ്യണേ എന്ന് ഖുർആൻ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആത്മാർത്ഥമായി തെറ്റുകളിൽ നിന്നൊക്കെ പശ്ചാത്തപിച്ചു മടങ്ങി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹീതമായ മാസത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാസം അങ്ങേയറ്റത്തെ പ്രതിഫലേച്ഛയോടുകൂടി വരവേൽക്കാൻ നമുക്ക് അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അസ്സിയാമു ജുന്നഹ് യജുന്നു ബിഹൽ മുസ്ലിം, നോമ്പതൊരു പരിചയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന്, വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നതായ പരിചയാണ് നോമ്പ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നോമ്പിനെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ആ നോമ്പിനെ ഏറ്റവും പ്രതിഫലാർഹമായ രൂപത്തിൽ നോമ്പെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മാനസികമായി പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين آمين برحمتك يا أرحم الراحمين. وأقم الصلاة.